ഹലോ ഗായ്സ്, അങ്ങനെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാല് ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാല് ഫർസിയിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്, മന്തി കഴിക്കാൻ പോകുന്നതാണ്. ആ മന്തിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്, സുർബിയാൻ മന്തിയാണ്. മറ്റേ സാധാ പോലത്തെ മന്തിയല്ല, ഇച്ചിരി റൈസിന്റെ ഒരു ടൈപ്പാണ്, ഇന്ത്യ ഗേറ്റിലൊക്കെ ഉണ്ടെന്ന്. അപ്പൊ സുർബിയാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ ആ ഒരു വ്ളോഗാണ് ഇടാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പോവാണ്. ഇല്ല, സൗകര്യം ഇല്ല. അപ്പം ഇനി മന്തിക്കടയിൽ പോയിട്ട് അടുത്ത വീഡിയോസ്. അങ്ങനെ നമ്മളാണെങ്കിൽ ഫർസിയിലെത്തി. തൊടുപുഴ കഴിഞ്ഞിട്ട് വെങ്ങല്ലൂരിൻ്റെയും മങ്ങാട്ടുകളുടെ ഇടയ്ക്കായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഈ പോർഷൻ എന്ന് പറയുന്നത് നോൺ എ സി ആണ്, ഈ പോർഷൻ എന്ന് പറയുന്നത് എ സി ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത് കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 4 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഒരാളാണെങ്കിൽ ബീഫ് മന്തി പറഞ്ഞു, പെരി പെരി പറഞ്ഞു, കാന്താരി പറഞ്ഞു, ഹണി പറഞ്ഞു. ഞാനാണ് ഹണി പറഞ്ഞത് ആദ്യം. ഹണി പറഞ്ഞിട്ട് ഇവന്മാർ ഓൾറെഡി പെരി പെരിയും കാന്താരിയും ചൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വിചാരിച്ചു നമ്മൾ വേറെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹണി പറഞ്ഞത്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റി, ഹണി ഞാൻ എടുത്തു കഴിക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര മധുരം, എനിക്ക് ആ റൈസിൻ്റെ കൂടെ കഴിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ബട്ട് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കെന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ കൂടുതൽ സ്പൈസിയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം എനിക്ക് കുറച്ച് എരിവൊക്കെ വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, അതെടുത്ത് പൊടിമോന് കൊടുത്തു. പൊടിമോൻ്റെ കാന്താരി ഞാൻ ഇങ്ങോട്ടും വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ എൻ്റെ പൊടിമോൻ എന്ത് വേണേലും കഴിച്ചോളൂ. ഞാൻ ചോദിക്കുന്നുണ്ട്, പൊടിമോനെ നീ പറഞ്ഞത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഫർസിയിൽ പോയി കഴിക്കണം. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ റൈസ് ഒന്ന് പ്രത്യേകമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ സുർബിയാൻ, ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും കുറച്ച് പേർക്കൊന്നും അറിയത്തില്ലായിരിക്കും. സുർബിയാൻ റൈസാണ്, നല്ലതാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ കുറേ നാൾക്ക് മുമ്പാണ് കഴിക്കുന്നത്. ഞാൻ വിചാരിച്ചായിരുന്നു ആ മന്തിയുടെ ഇത് കിട്ടുമോ, നീ ടേസ്റ്റ് കിട്ടുമെന്ന്. ബട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു. കാരണം എനിക്ക് മന്തിയിൽ എനിക്കിപ്പോൾ ഇഷ്ടം സുർബിയാൻ തന്നെയാണ്. പിന്നെ അവിടുത്തെ ആണെങ്കിൽ കാന്താരിയായിട്ട്, പെരി പെരിയായിട്ട്, ഹണിയായിട്ട്, ബീഫായിട്ട് എല്ലാം ഒന്നിനൊന്നാണ്. ബീഫ് അത്രയും പോരായിരുന്നു. ബട്ട് കാന്താരിയും പെരി പെരിയും ഹണിയൊക്കെ അടിപൊളിയായിരുന്നു. ഒരു പുള്ളി പറഞ്ഞു, ആ പുള്ളിക്ക് 10-80 വയസ്സിന് മുകളിൽ അയാളുടെ നമ്മുടെ ഈ വന്നുപോയ മലയാളികളെ പറ്റിയുള്ള അഭിപ്രായമാണ് അയാൾ പറയുന്നത്. അപ്പോൾ നോക്കി സെറ്റപ്പ് മലയാളികൾ വന്നു പോയെന്നാണ് പറയുന്നത്. കുറച്ച് പേരെ വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ വരുന്നവർക്ക് തിരി വരയ്ക്കാത്തത് സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലല്ലോ. അന്ന് അത്രയും മറ്റുള്ളവരായിരുന്നു വന്നിട്ടുണ്ട്. രാഹിലാണെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു, പുഷ്കറിലൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പറഞ്ഞ് ഞങ്ങളതും കേട്ടോണ്ടിരിക്കുമായിരുന്നു. കാരണം കുറേ നാളെ അവൻ്റെ ഈ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് അതും പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അപ്പം നിങ്ങളാണെങ്കിലും ഫർസിയിൽ ഒരു വട്ടെങ്കിലും പോകണം, ഹാങ് ഔട്ട് ചെയ്യാൻ പോലും നല്ല രസമാണ്. അപ്പം നമ്മളെല്ലാം ഏതാണ്ടൊക്കെ കഴിച്ചു തീർന്നു. എനിക്ക് അവസാനം അധികം വരുന്ന എല്ലാം പൊടിമോനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എരിവായിരുന്നു. ഞാൻ അവന് ഞാൻ അവൻ്റെ ഹണി വാങ്ങിച്ചു. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു ഊഞ്ഞാൽ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നേരത്തെ ഊഞ്ഞാലൊക്കെ ആയിരുന്നു, ഇപ്പം അത് മാറ്റി ഇങ്ങനെയൊക്കെ ആക്കി എന്നിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ മുബയെ മീറ്റ് ചെയ്തു. അങ്ങനെ ഫർസിയിലെ വ്ളോഗ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും.